ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. സോറി. അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ്. സിക്സ് ഓഫ് വാൺസിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ജയമാണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾ ഇന്ന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ചില എക്സാമിനേഷന് പോകുന്നുണ്ടായിരിക്കാം, അതുമല്ലെങ്കിൽ ചില ഇന്റർവ്യൂസിനൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ഇനി അതുമല്ല ചിലപ്പോൾ ചില ജോലിയിലേക്ക് പ്രവേശിക്കുന്ന എനർജി ആവാം, അതുമല്ല പ്രൊമോഷൻ നോക്കിയിരിക്കുന്നവർക്ക് അതാവാം. എന്തായാലും ശരി, നിങ്ങൾ ചിലപ്പോൾ സ്ഥലമൊക്കെ വിൽക്കാനുണ്ടോ, അല്ല അതുമല്ല എങ്കിൽ ചിലപ്പോൾ വിവാഹ കാര്യങ്ങളിൽ നോക്കിയിരിക്കുന്നുണ്ടോ. ഏതായാലും ഏതൊരു കാര്യത്തിനായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്, വിജയമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ഡെത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഒരു പരിവർത്തനമാണ്, ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. കണ്ടില്ല, ഇവിടെ നിങ്ങളുടെ ഈ പഴയ രൂപത്തിൽ നിന്നും പുതിയൊരു രൂപത്തിലേക്ക് നിങ്ങൾ മാറുന്നു, ഒരു രൂപാന്തരം വരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ ഈ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും ഒക്കെ മരണപ്പെട്ടിട്ടുണ്ടാവാം, അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം. എന്തായാലും ശരി, ഇവിടെ നിങ്ങൾക്ക് രൂപാന്തരം വരികയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഒരുപാട് വേദനകൾ, വിഷമങ്ങളൊക്കെയും അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടിരിക്കാം. അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു രൂപാന്തരം വരികയാണ്. നിങ്ങൾ അതിനായിട്ട് ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു തുടക്കം തന്നെ വരുന്നു. ഒരു നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും പ്രതിസന്ധികൾ വന്നോ, വെല്ലുവിളികൾ വന്നോ, പരാജയങ്ങൾ വന്നോ, നിങ്ങൾക്ക് ഒരുപാട് ദിവസം കരയേണ്ടതായ അവസ്ഥകൾ വന്നിട്ടുണ്ടോ, അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ടാണ് വരുന്നത്, ബാക്കിലേക്കല്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങൾ സമാധാനിക്കുകയാണ് വേണ്ടത്. ഏതൊരു കാര്യത്തിനും, ഏതൊരു പരാജയത്തിനും നിങ്ങൾക്ക് അതിൻ്റെ പിന്നിൽ ഒരു വിജയത്തിൻ്റെതായ ഒരു എനർജി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇവിടെ നിങ്ങൾക്ക് രൂപാന്തരം വന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ്. എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജി കണ്ടില്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടാത്തവരെയൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. പക്ഷെ അതെല്ലാം കൂടെ നിങ്ങളുടെ തലയിൽ ചുവന്ന് നിങ്ങൾ ഇത്രയും നാൾ ഒരു ഭാരം അനുഭവിക്കുകയായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു അടിമയെ പോലെ കഴിഞ്ഞിട്ടുണ്ടാവാം. അടിമയെ പോലെ ജോലിയെടുത്ത് യാതൊരു വിധത്തിലുള്ള സ്ഥാനവും നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരവസ്ഥയാവാം. എല്ലാവരുടെയും കാര്യമല്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ നല്ലൊരു വഴിയിലേക്ക് വരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളൊരു ആത്മീയ പാതയിലേക്ക് വരുന്ന എനർജി ആവാം. ഇങ്ങനെ ചില ടോക്സിക് ആയിട്ടുള്ള ചില എനർജീസിനെ ഒക്കെ നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതുവരെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം, വേണ്ട സാരമില്ല, എൻ്റെ ആൾക്കാർക്ക് വേണ്ടിയല്ലേ, അല്ലെ എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടിയല്ലേ ഞാനിത് സഹിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം. അങ്ങനെ വിചാരിച്ച് നിങ്ങൾ സഹിച്ച് ക്ഷമിച്ച് ജീവിതത്തിൽ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവാം.
പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു സക്സസ്സിലേക്ക് വരാൻ, അല്ല എങ്കിൽ നല്ല ഒരു സമാധാനത്തിലേക്ക് വരാൻ കഴിയുന്നു. കാരണം നിങ്ങൾ ആത്മീയപരമായ ഒരു പാതയിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ. നിങ്ങൾക്ക് ചക്രയുടെ ആക്ടിവേഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആവാം. അങ്ങനെ നിങ്ങൾക്ക് ആത്മീയപരമായ പാതയിലൂടെ നിങ്ങൾ വരുമ്പോൾ റൂട്ട് ചക്രയെ ആക്റ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളുടെ മനസ്സിനെ ഒരു കോൺഫിഡന്റ് ആക്കി മാറ്റുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലാണ്. എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നാം. പക്ഷേ അതൊരു നഷ്ടപ്പെടലല്ല, നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അഥവാ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഉള്ളത് കൊണ്ട് സമാധാനപ്പെടുക, സന്തോഷിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേട്ടങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ദൈവം തരുന്നതാണ്. മനസ്സിലായി? യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ് ഈ ഉള്ള നേട്ടങ്ങളെല്ലാം. എല്ലാം കൂടെ തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോകില്ല. പക്ഷെ കുറച്ചൊക്കെ എന്തായാലും നിങ്ങളുടെ സമയദോഷം കൊണ്ടായിരിക്കാം കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖിച്ചിരിക്കേണ്ടതായ അവസ്ഥ വന്നിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും കുറച്ചൊന്ന് മാറി നിന്നിട്ടുണ്ടാവാം. അപ്പോഴേക്കും നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഒറ്റയായി എന്ന്, അല്ലെ? അങ്ങനെ വിചാരിക്കാൻ പാടില്ല. നിങ്ങൾക്കുള്ള സൗഭാഗ്യങ്ങളിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോയിട്ടില്ല. ഉള്ള സൗഭാഗ്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താവുന്നതാണ്. ഇവിടെ 5 കപ്പുകൾ ഉള്ളതിൽ എല്ലാം കൂടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ കുറച്ചൊക്കെ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സമാധാനിക്കുകയാണ് വേണ്ടത്. എനിക്ക് ഇത്രയൊക്കെ ദൈവം തന്നല്ലോ, യൂണിവേഴ്സിന് നന്ദി, താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്, ഇതാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോഴേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളിലേക്ക് നഷ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നിരിക്കും. ഇനി അതല്ല, നിങ്ങളെ വിട്ടു പോകേണ്ടതാണോ, അത് ഒരു വിധിയാണോ നിങ്ങളുടേത്, അത് നിങ്ങളുടെ കർമ്മയാണോ, തീർച്ചയായിട്ടും നിങ്ങളെ അത് ഉപേക്ഷിച്ച് പോയിരിക്കും. അത് വേണ്ട, നിങ്ങൾ എത്ര മാത്രം ശ്രമിച്ചാലും അത് ചിലപ്പോൾ വരില്ല. അതുകൊണ്ട് മനസ്സിന് സമാധാനം കൊടുക്കുകയാണ് വേണ്ടത്. ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 10 ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഇവിടെ 10 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഇവിടെ ഐശ്വര്യത്തിലേക്ക് വരികയാണ്. കാരണം നിങ്ങൾക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നു. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് പോകാൻ നിങ്ങൾ സ്വയം റെഡി ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രമാത്രം ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ടാവാം. അങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു തളർച്ച അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് അവിടെ തീർക്കാവുന്നതാണ്. അങ്ങനെ തീർത്തിട്ടാവണം നിങ്ങൾ മുന്നോട്ട് വരേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള സമയമായിരിക്കുന്നു. ആ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് ഇവിടെ മണിപൂര ചക്രയുടെ ആക്ടിവേഷനാണ് വന്നിരിക്കുന്നത്. സോളാർ പ്ലക്സസ് ചക്ര, അതിനെ നിങ്ങൾ ആക്റ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്ന ചില കാര്യങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നു, പ്രോസ്പെറിറ്റി വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളെ പഴയതിലൊക്കെ നിങ്ങളിപ്പോൾ തളർന്നിട്ടുണ്ടോ? ജോലി ചെയ്ത് തളർന്നിട്ടുണ്ടോ? ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തിട്ട് നിങ്ങളവിടെ തളർന്നിട്ടുണ്ടോ? ഇനി നിങ്ങൾക്കത് വയ്യ എന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? അവിടെ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശക്തരാകാൻ സാധിക്കുന്നു. നിങ്ങളെ ശക്തരാക്കുന്ന ഒരു ചക്രയാണ് അത് സോളാർ പ്ലക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൂടുതൽ പഴയതിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ശക്തരായി മാറാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരുവാനും ഇവിടെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ 8 ഓഫ് സോഡിന്റെ അവസ്ഥയാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ മറ്റുള്ളവരാൽ നിങ്ങൾ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റുള്ളവർ പലരും നോക്കി നിൽക്കുന്നു നിങ്ങളുടെ ഈ പതനം കാണാൻ. മനസ്സിലായി? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിജയത്തിന് ഉതകുന്ന ഒരു കാര്യങ്ങളും മറ്റുള്ളവരോട് പറയരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം നിങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. എന്നിട്ട് മറ്റുള്ളവർ സന്തോഷിക്കുന്ന എനർജി ഇവിടെയുണ്ട്. കാരണം നിങ്ങൾ വിചാരിക്കുന്ന എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നു, മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന എന്താണ്? എന്നാലെങ്കിലും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമല്ലോ എന്നായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾക്കതിന് സ്വാതന്ത്ര്യമില്ല. ഒന്നിനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ ബന്ധനത്തിലായിരിക്കുകയാണ്. ഇനി അതുമല്ല, മറ്റുള്ളവരുടെ ബന്ധനം മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കായിട്ട് സ്വയം ഒരു ബന്ധനവും തയ്യാറാക്കുന്നു. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ വിചാരിക്കുകയാണ് എന്താണ്? ഞാനൊരു പരാജയമാണ്, എനിക്കിവിടെ നിന്ന് മുന്നോട്ട് വരാൻ കഴിയില്ല എന്ന് സ്വയം നിങ്ങൾ എപ്പോൾ വരെ പറയുന്നുണ്ടോ അപ്പോഴുവരെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കും. അതേസമയത്ത് നിങ്ങൾ പറയേണ്ടത് ഇതാണ്, പറയാൻ തുടങ്ങേണ്ടത് ഇതാണ്: ഞാൻ വിജയിയാണ്, എന്നെ കൊണ്ട് ഇവിടെ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും, എനിക്കത് നേടിയെടുക്കാൻ സാധിക്കും, ഞാൻ മറ്റുള്ളവരുടെ അടിമയല്ല, എനിക്ക് ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് ഞാൻ നീങ്ങാൻ പോകുന്നു, ഞാനൊരു ഇൻഡിപെൻഡന്റ് ആയ പേഴ്സണാണ്. ഇതൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ ഒരുക്കുന്ന കെണിയിൽ ഒരിക്കലും അകപ്പെടുകയില്ല. ഇവിടെ നിങ്ങളെ മറ്റുള്ളവർ അകപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഈ ഒരു കെണിയിൽ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വേണമെങ്കിൽ രക്ഷപ്പെടാം, എന്നാൽ തന്നെ നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരുന്നില്ല. അതാണ് ഇവിടെ പ്രശ്നം. കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുകയാണ്. കണ്ണുകൾ തുറന്ന് നേരായ വഴിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാം. പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് എന്താണ് ചിന്തിക്കുകയാണ്? എനിക്ക് പറ്റുന്നില്ല. പക്ഷെ അവിടെ തന്നെ നിങ്ങൾ തളരുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങളെ കൂടുതൽ പരാജയം നിങ്ങളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. പരാജയത്തിലേക്ക് ആണ്ടുപോവുകയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അതേസമയത്ത് സ്വയം നിങ്ങൾക്ക് മുക്തനാവാൻ സാധിക്കും, മുക്തരാവാൻ സാധിക്കും എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അഴിക്കാൻ പറ്റാത്തതായ ഒരു ബന്ധനവും ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ആരുടെയും മെസ്സേജ് വരുന്നുണ്ട് എത്രയും പെട്ടെന്ന്. ചിലപ്പോൾ ദൂരദേശത്തു നിന്നും ആകാം മെസ്സേജ് വരാം, ഒരു കാൾ വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന എന്തൊരു സാഹചര്യത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അതിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. അതിനുള്ള എന്തെങ്കിലുമൊക്കെ വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വളരെയധികം സ്പീഡിലാണ് നൈറ്റ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന എനർജിയാണെന്നാണ് കാണുന്നത്. ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് കണ്ടില്ലേ, നിങ്ങൾക്ക് ദൈവികമായ സ്നേഹമാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളിത് വീണ്ടെടുത്താൽ മാത്രം മതി. ആരോ നിങ്ങളിലേക്ക് ഇത് തരുന്നു, ഒരു ഗിഫ്റ്റ് തരികയാണ്, ദൈവികമായ ഒരു പ്രണയം. ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ ഒരു തുടക്കം വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു തുടക്കത്തിൽ നിങ്ങൾക്ക് ഇത് ഇനി റിലേഷൻഷിപ്പിന്റെ കാര്യം മാത്രമല്ല, നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അല്ലെങ്കിൽ ചോയ്സസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതൊരു ഡിവൈൻ ഗിഫ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഒരുപാട് ഇമോഷൻസ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇരിക്കുന്നു, ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ പറ്റുന്നില്ല. അവിടെ നിങ്ങൾക്ക് ഡിവൈൻ ആയിട്ടൊരു ഗിഫ്റ്റ് തരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു ഗിഫ്റ്റ്, ഡിവൈൻ തരുന്ന ഗിഫ്റ്റ് എന്തായാലും നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്നതായിരിക്കും.
മനസ്സിലായി. അപ്രതീക്ഷിതമായിട്ട്, അവിചാരിതമായിട്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ചില ജോലി കാര്യങ്ങളാവാം, ചിലപ്പോൾ പുതിയൊരു പ്രണയമാകാം, അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് വിവാഹത്തിനൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് പുതിയ ചില പ്രപ്പോസലുകളൊക്കെ ആവാം. പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് റിബലാണ്, കണ്ടില്ലേ? ഇവിടെ പല കാര്യങ്ങളിലും ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങൾ ഇവിടെ പരാജയപ്പെട്ടു എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ഞാനൊരു പരാജയമാണ് എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തോന്നലിന് ഒരു തിരുത്തൽ വരുത്തേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഇവിടെയാണ് നിങ്ങൾ ഒരു യോദ്ധാവിനെ പോലെ മുന്നോട്ട് വരേണ്ടത്. ഏത് കാര്യമായാലും മനസ്സിന് ധൈര്യം കൊടുക്കുക, ഉള്ളിലുള്ള യോദ്ധാവിനെ പുറത്തേക്ക് എടുക്കുക. മനസ്സിലായോ? അതുമല്ല മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ജീവിതം അങ്ങനെ ഇരിക്കുകയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലൊരു സക്സസ് കൊണ്ടുവരണം, നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. റിബലല്ലേ വന്നിരിക്കുന്നത്, യോദ്ധാവ്. നിങ്ങൾക്കുള്ളിൽ ഒരു യോദ്ധാവ് ഉണ്ട്, വളരെയധികം ധൈര്യം തരുന്ന എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വിജയമാണ് നിങ്ങൾക്ക് മുൻപിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതങ്ങനെ ചെയ്യാം. വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ജയിക്കാൻ ശ്രമിക്കണം, മനസ്സിലായോ? അതുമല്ല എങ്കിൽ ബുദ്ധി കൊണ്ട് പ്രവർത്തിപ്പിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾ പരിശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പോസിബിലിറ്റീസ് ആണ്, അതിനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു വിജയത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ എല്ലാം നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ മറികടന്ന് പോകാൻ സാധിക്കുന്നു. ഇവിടെ പല സാഹചര്യങ്ങളും, 8 ഓഫ് സോഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 8 ഓഫ് കപ്സ് വന്നേക്കുന്നു, ഇവിടെ ഡെത്ത് വന്നിരിക്കുന്നു, പല സാഹചര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതിനെ മറികടന്ന് നിങ്ങൾക്ക് അവസരങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്, സാധ്യതകളും വരുന്നുണ്ട് നിങ്ങൾക്ക് സക്സസിലേക്ക് നീങ്ങാനുള്ളത്. മനസ്സിലായോ? നിങ്ങൾക്ക് നല്ല നല്ല മെസ്സേജസ് വരുന്നുണ്ട്, ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം ഉയരത്തിലേക്ക് പോകണോ അത്രമാത്രം നിങ്ങൾക്ക് ഉയരത്തിലേക്ക് പോകാനുള്ള സാധ്യത നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ ഉള്ളിന്റെ യോദ്ധാവിനെ നിങ്ങൾ പുറത്തെടുക്കണം. മനസ്സിലായോ? അതായത് യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള ആ ഒരു മെന്റൽ സ്ട്രെങ്തിനെ നിങ്ങൾ കൊണ്ടുവരണം. പവർലെസ് ആയിട്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ബ്രേക്ക് ത്രൂ ആണ് വന്നിരിക്കുന്നത്. സകലത്തിനെയും പൊട്ടിച്ചെറിഞ്ഞു വരണം, മുന്നിലുള്ള ഏത് തടസ്സത്തെയും മറികടന്ന് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരണം. അതിനുള്ള സാധ്യതകൾ ഉണ്ട് ഇവിടെ, മനസ്സിലായി? അങ്ങനെ വരുമ്പോൾ, കാരണം ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സും ഒപ്പമുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് എപ്പോഴും താങ്ങായിട്ടും തണലായിട്ടും ഉണ്ട് നിങ്ങളോടൊപ്പം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിനെ തകർത്ത് മുന്നേറൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വേണം ഇന്നത്തെ ദിവസം നിങ്ങൾ മുന്നോട്ട് വരേണ്ടത്. അപ്പോൾ ആരും ഇന്നത്തെ ദിവസം മടി പിടിച്ചിരിക്കാൻ പാടില്ല. തങ്ങളുടേതായ കാര്യത്തിന് എന്താണോ വേണ്ടത് അത് ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത്. ആരെയും പേടിച്ചിരിക്കാൻ പാടില്ല. പേടിച്ചിട്ട് ജീവിക്കുന്നത് ഈ വന്ന കാലത്ത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.